പ്ലീസ് എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ റമദാൻ അങ്ങനെ 25ലേക്ക് കടന്നു അല്ലേ? അപ്പോൾ ഞാൻ ചെറിയൊരു സന്തോഷം കൂടി പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമുക്ക് പ്രാവശ്യം പെരുന്നാളിൽ പുതിയ വീട്ടിൽ വന്നിട്ട്, പഴയ വീട്ടിലും കണക്ക് തന്നെ, എന്നാലും പഴയ വീട്ടിൽ നമ്മുടെ സബ്സ്ക്രൈബർമാരൊക്കെ നമുക്ക് അത്യാവശ്യം ഏകദേശം എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് പുതിയ വീട്ടിൽ വെച്ചിട്ട് താഴത്തെ വീട്ടുകാർ 200 രൂപ തന്നു. അപ്പോൾ എൻ്റെ മാമ എനിക്ക് പെരുന്നാൾ പൈസ തന്നിട്ട് പോയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് 100, എനിക്ക് 200, അല്ല മോൾക്ക് 100, എനിക്ക് 100, ഉമ്മാക്ക് 200. ചെറുതാണെങ്കിലും നമുക്ക് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. എന്തെല്ലാം അവർക്ക് തോനെ കൊടുക്കട്ടെ, പഠിച്ച് തരുന്നവർക്കൊക്കെ തോനെ കൊടുക്കട്ടെ. അല്ല എനിക്ക് തന്നതുകൊണ്ട് കുറഞ്ഞൊന്നും പോകില്ല, കൂടെ ചെയ്യുള്ളൂ അങ്ങനെ. അപ്പോൾ ഞാൻ എല്ലാവർക്കും തരുന്നവർക്കും തരാത്തവർക്കും എല്ലാവർക്കും ഞാൻ ദുആ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ തന്നവർക്ക് തരാത്തവർക്ക് കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യില്ല. എല്ലാവരും എൻ്റെ ഫാമിലിയാണ്, എല്ലാവർക്കും ഞാൻ ഒരുപോലെ പ്രാർത്ഥിക്കും കേട്ടോ. എൻ്റെ ശത്രുക്കളെപ്പോലെ ഞാൻ മിത്രങ്ങളായിട്ടാണ് ഞാൻ കാണൽ. അപ്പോൾ അവർക്കും കൂടി ഞാൻ നല്ല മനസ്സ് കൊടുക്കണേന്നാണ് കേട്ടോ പ്രാർത്ഥിക്കൽ എപ്പോഴും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെറിയൊരു സന്തോഷം. അമ്മക്ക് 200, എനിക്ക് 100, റിൻസിമോൾക്ക് 200, കുട്ടികൾക്കൊന്നും തന്നില്ല. അപ്പോൾ പിന്നെ നമ്മുടെ താഴത്ത് വീട്ടുകാർ 200 എല്ലാവർക്കും ഇവിടെ തന്നു കേട്ടോ. അതുകൊണ്ടൊക്കെ നമ്മൾ ഷെയ്ക്ക് കുടിക്കാനൊക്കെ പോയത് 200. പിന്നെ ആരാണ്, പിന്നെ നമ്മുടെ അടുത്തുള്ളൊരു താത്താട്ട, പേരൊന്നും പറയുന്നില്ല, 1000 രൂപ തന്നു കേട്ടോ. എനിക്ക് പഠിച്ചം എന്താണ് ഞാനായിട്ട് പറയുക കേട്ടോ. നമ്മൾ വിലങ്കൈ കൊടുക്കണം, ഇടങ്കൈ അറിയാൻ പാടില്ല എന്നാണ്. അപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ ഒരു സന്തോഷം നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം, വേറൊന്നുമല്ല. പിന്നെ നമ്മുടെ ഈ പുണ്യമാസത്തിലും അല്ലാണ്ടും ബർക്കത്തുകൊണ്ടൊക്കെ മാറ്റി കൊടുക്കട്ടെ. കുറേ പേര് സുഖമില്ലാണ്ട് എന്താ പറയുക, കിഡ്നിയിൽ കല്ലായിട്ടും കടന്നവിടുന്ന് എണിക്കാൻ പറ്റാൻ എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. കുറേ പേര് വയ്യാത്ത ആളുകളുണ്ട്, തനിയെ അവനാൻ്റെ കാര്യം കൂടി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുണ്യമാസത്തിൻ്റെ ബർക്കത്തുകൊണ്ട് രോഗം കൊണ്ട് ഇടങ്ങറായി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അവരുടെയൊക്കെ വേഗം പെട്ടെന്ന് തന്നെ റബ്ബ് ഷിഫാക്കി കൊടുക്കട്ടെ. ആമീൻ റബ്ബുൽ ആലമീൻ. ഈ മാസം ഈ മാസത്തിൻ്റെ ബർക്കത്തുകൊണ്ട് ഞാൻ അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാണ്. എല്ലാ സൂക്കടും, കിഡ്നിയിൽ കല്ല്, മൂത്രത്തിൽ കല്ല്, പിന്നെ എൻ്റെ ഒരു അമ്മായി ഉണ്ട് കേട്ടോ, തീരെ സുഖമില്ലാണ്ട് കിടപ്പിലാണ്. അപ്പോൾ അതിൻ്റെയും എല്ലാം അവരവരുടെ കാര്യം ചെയ്യാനുള്ളത് പഠിച്ചാക്കി കൊടുക്കട്ടെ. പ്രത്യേകം ഞാൻ ദുആ പറയുന്നു. നിങ്ങളൊക്കെ അവർക്കൊക്കെ വേണ്ടി, ഈ വയ്യാണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടി നിങ്ങളുടെ ഭാഗത്തുനിന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നും പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ. നിങ്ങളുടെയൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തുക. അവരുടെ വേഗം വയ്യായൊക്കെ ഷിഫാക്കി കൊടുക്കട്ടെ. പഠിച്ച കാണുമ്പോൾ സങ്കടമാണ് കേട്ടോ. എനിക്ക് എൻ്റെ അമ്മായിനെ ഒന്ന് കാണാൻ പോയിട്ട് ഭയങ്കര സങ്കടമായിരുന്നു കണ്ടപ്പോൾ. അവനവൻ്റെ കാര്യം കൂടി ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ പോയി നോക്കലുണ്ട്. പിന്നെ എൻ്റെ വല്യമ്മയും ഭയങ്കര വയസ്സായിട്ട് സുഖമില്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ പറയാൻ ഇതിൽ ലെങ്തി കുറവാണ് കേട്ടോ. എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.